എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ 2025 കാലഘട്ടത്തിൽ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം മുടക്കി സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിൽ വരുന്നത് വെർത്താണോ എന്നുള്ളത്. നിങ്ങൾക്കിതൊരു ഫ്രീ കിട്ടിയ മണിയാണ്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടിയ മണിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാധ്യതകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഉള്ളൊരു പൈസയാണ്, തിരിച്ച് നാളെ അത് തിരിച്ച് നാട്ടിലേക്ക് അയച്ച ആ ബാധ്യത തീർക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു പൈസയായിട്ടാണ് നിങ്ങൾ കാനഡയിലേക്ക് പഠിക്കാൻ വരുന്നതെങ്കിൽ ഞാൻ പറയും ഗോ ഫോർ ഇറ്റ്. ഉറപ്പായിട്ട് നിങ്ങൾ ആ പൈസ മുടക്കി ഇവിടെ വരുന്നതുകൊണ്ട് നഷ്ടമില്ല. അതേസമയം നിങ്ങളൊരു ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ നിന്ന് കടം മേടിച്ചിട്ടോ ആണ് കാനഡയിൽ വരുന്നതെങ്കിൽ അത് വർത്താണോ, അങ്ങനെയുള്ള പൈസ നമുക്ക് തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുമോ, പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് സെറ്റിൽ ചെയ്യാൻ നേരം അത് ഉപയോഗപ്പെടുമോ എന്നൊക്കെയുള്ളൊരു കാര്യം പലർക്കും സംശയം ഉണ്ടാവും. ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സ്റ്റുഡൻസ് ആയിട്ട് വന്നവരുടെ കാലം നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്ന് കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും. കോവിഡിന് മുമ്പ് പല രീതിയിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസ് വിസയിൽ ഫുൾ കാശ് പേ ചെയ്തിട്ട് വന്നവരുണ്ട്. അതല്ല ഒരു സെമസ്റ്ററിൻ്റെ മാത്രം ഫീസ് പേ ചെയ്ത് വന്ന കുറേ ആൾക്കാരുണ്ട്. വെറും ഒരു അന്നത്തെ കൺവേർഷൻ റേറ്റ് അനുസരിച്ചിട്ട് ഒരു 20 ലക്ഷം രൂപയൊക്കെ മാക്സിമം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു ഫുൾ 2 ഇയർ പ്രോഗ്രാം മുഴുവൻ പഠിക്കാമായിരുന്നു. അതിൽ തന്നെ ഒരു സെമസ്റ്ററിൻ്റെ ഫീസായിട്ടുള്ള 5 ലക്ഷം മാത്രം മുടക്കി ഇവിടെ പലരും വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം ബാക്കിയുള്ള ഫീസ് ഇവിടെ ജോലി ചെയ്ത് കണ്ടെത്തിയ ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. ആ കാലയളവിൽ ഒരു പാർട്ട് ടൈം ജോലി കിട്ടാനൊന്നും ഒരു പ്രയാസവുമില്ലായിരുന്നു. അങ്ങനെ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ജോലിയും ചെയ്ത് അല്ലെങ്കിൽ ഓവർ ടൈം ജോലികളൊക്കെ ചെയ്ത് തന്നെ ആകെ കൊണ്ടുവന്ന 5 ലക്ഷം രൂപ മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി 3 സെമസ്റ്ററിൻ്റെ അതായത് 15 ലക്ഷം രൂപ ഇവിടെ ജോലി ചെയ്ത് ഉണ്ടാക്കി ഒത്തിരി അധികം ആൾക്കാരുണ്ട്. ഇതിനൊക്കെ മാറ്റം ഉണ്ടായത് 2020 നമുക്കെല്ലാം അറിയാം, ലോകം മുഴുവൻ കീഴടക്കിയ മഹാമാരിയായിട്ടുള്ള COVID-19 വരവോടുകൂടിയാണ്. ആ സമയത്ത് വലിയൊരു സ്റ്റുഡൻസിൻ്റെ ഒഴുക്ക് തന്നെയാണ് കാനഡയിലേക്ക് ഉണ്ടായത്. അതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് കാനഡ സർക്കാരിൻ്റെ ഒരു വലിയൊരു പങ്ക് തന്നെയാണ്. അവരൊരു നിയന്ത്രണം കൂടാതെ ഒത്തിരി സ്റ്റുഡൻസിനെ ഇവിടേക്ക് കാനഡയിലേക്ക് ഓഫർ ലെറ്റർ കൊടുത്ത് ഇൻവിറ്റേഷൻ കൊടുത്ത് പലരെയും ഇവിടെ വരികയുണ്ടായി. അതിൻ്റെ ഫലമായി പലർക്കും പാർട്ട് ടൈം ജോലികൾ കിട്ടാതായി. 2020 മുമ്പ് വന്നിട്ടുള്ളവരുടെ സെയിം പാത്വേ ഫോളോ ചെയ്ത പലർക്കും വെട്ടിലാവുകയാണ് ചെയ്തത്. അതായത് 5 ലക്ഷമായിട്ട് വന്നിട്ടുള്ളവർക്ക് പിന്നെ ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടാത്തൊരവസ്ഥയായി. അങ്ങനെ പാർട്ട് ടൈം ജോലി അവർക്ക് ബാക്കിയുള്ള ഫീസ് അടയ്ക്കാൻ വേണ്ടി ഭയങ്കരധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. മാത്രമല്ല അതിന് ശേഷം ഗവൺമെൻറ് പലതരം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അതായത് ഒരുമിച്ച് ഈ ഒരു സെമസ്റ്ററിൻ്റെ മാത്രം ഫീസ് അടച്ചാൽ പോരാ, ഫുൾ സെമസ്റ്ററിൻ്റെ ഫീസ് 2 വർഷത്തെ 2 ഇയർ പ്രോഗ്രാം ഫുൾ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി നിബന്ധനകൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി. എന്നിരുന്നാൽ തന്നെ ആ സമയത്ത് എല്ലാ സ്റ്റുഡൻസിനും വലിയ പ്രതീക്ഷയായിരുന്നു PR കിട്ടും എന്നുള്ളത്. കാരണം അതിന് 2020 മുമ്പ് വന്നിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസിന് PR കിട്ടുകയുണ്ടായി. അതിൻ്റെ ഫലമായി ഒത്തിരി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ചൈനയിൽ നിന്നും ലോകത്തിലുള്ള പല രാജ്യത്തു നിന്നും പല സ്റ്റുഡൻസും കാനഡയിലേക്ക് വരികയുണ്ടായി. അതിനൊക്കെ ശേഷം 2022-23 കാലമായപ്പോഴത്തേക്ക് വലിയ തോതിലുള്ള റിസക്ഷൻ ഉണ്ടാവുകയും പല ജോലി സ്ഥലത്തു നിന്ന് ആൾക്കാരെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായി ഒത്തിരി സ്റ്റുഡൻസിന് അവരുടെ ജോലി നഷ്ടപ്പെടുകയും അവർക്കൊരു പാർട്ട് ടൈം പോലും ജോലികൾ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടായി. 2020 മുമ്പ് വന്നിട്ടുള്ള സ്റ്റുഡൻസിന് വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് മാത്രമായിരിക്കും അവർ മിക്കവാറും കൊണ്ടുവന്നിട്ടുണ്ടാവുക. 5 ലക്ഷം മുടക്കി ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ബാക്കിയുള്ള ഒരു 2 വർഷത്തെ പ്രോഗ്രാം അവർ തന്നെ ജോലി ചെയ്ത് ഉണ്ടാക്കുകയും അതുവഴി അവർക്ക് 5 ലക്ഷം രൂപയുടെ ബാധ്യതകൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാകത്തുള്ളൂ. അത് പിന്നീട് അവരൊരു സ്റ്റുഡൻറ്റ് ലൈഫിന് ശേഷം അവരൊരു വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷം PR കിട്ടിയ സമയത്ത് ആ കാശ് ഈസിയായിട്ട് നാട്ടിലേക്ക് വിത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ തിരിച്ച് റീപേ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനൊക്കെ ഈവൻ 20 ലക്ഷം മുടക്കി വന്നവർക്ക് പോലും അത്ര വലിയ ബാധ്യത ഉണ്ടായിട്ടില്ലായിരുന്നു. കാരണം അതും പിന്നെ നമുക്കൊരു കുറച്ച് സമയം കൂടുതൽ എടുത്തു കഴിഞ്ഞാലും ഈസി ആയിട്ട് അത് റീപേ ആവുന്ന കാര്യമുള്ളായിരുന്നു. പക്ഷേ 2020 ശേഷം ഇതിനെല്ലാം ഒരു മാറ്റമാണ് ഉണ്ടായത്. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ കളി കളിച്ചേക്കുന്നത് നാട്ടിലെ ഏജൻസികൾ തന്നെയാണ്. കാരണം ഏജൻസികൾ 2020 മുമ്പ് പോയ ആൾക്കാരുടെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ 2020 ശേഷം പോയ ആൾക്കാരോടും പറഞ്ഞത്. അതായത് നിങ്ങൾ അവിടെ ചെന്നൊരു പാർട്ട് ടൈം ജോലി കിട്ടും, നിങ്ങളുടെ ഫീസിൻ്റെ അല്ലെങ്കിൽ ചിലവുകളും എല്ലാം അതിൽ കൂടെ നടന്നു പോകും എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ സ്റ്റുഡൻസിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് പ്രകാരം ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് 2020 ശേഷം വളരെയധികം കുട്ടികൾ കാനഡയിലേക്ക് വരികയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാനഡയിൽ സംഭവിച്ചത്. പലർക്കും ജോലി കിട്ടിയില്ല, അതുമൂലം അവർക്ക് അവരുടെ ഫീസ് പോലും അടയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയി. പല കുട്ടികളും അവരുടെ വീട്ടിലോ പേരൻസിനോട് ഇതൊന്നും അറിയിക്കാതാണ് കഴിഞ്ഞത്. കാരണം മിക്കവർക്കും
എല്ലാവർക്കും അറിയാം അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ പേരൻസിനെ ഇതൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനോ അവരെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പലരും ഇതൊക്കെ മറച്ചു വെച്ച് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കണ്ടീഷനിൽ കഴിഞ്ഞിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. 2020 കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഗവൺമെൻറ് ആദ്യം ചെയ്തത് 2020 മുമ്പ് വന്നിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം കൂട്ടത്തോടെ അങ്ങ് PR കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു ശരിക്കും ഒരു ട്രിക്കായിരുന്നു. കാരണം കൂടുതൽ സ്റ്റുഡൻറ്റ് വിസയിലുള്ള കുട്ടികളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി തന്നെയായിരുന്നു. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഒത്തിരി സ്റ്റുഡൻസ് കാനഡയിലേക്ക് വരികയുണ്ടായി. എനിക്കറിയാം ഈ വീഡിയോ കാണുമ്പോൾ നാട്ടിലുള്ള പല സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരുടെ ബന്ധുമിത്രാദികളൊക്കെ ഇത് കേട്ടിട്ട് ചിരിക്കുകയോ അവരെ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവരെ കളിയാക്കുകയോ ചെയ്യുന്നുണ്ടാവും. കാരണം ഇതൊക്കെ കേട്ട് മണ്ടത്തരം പറ്റിയതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ അതിന് മുമ്പ് ആലോചിക്കണം, 2020 ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ കാനഡ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ ഒരു നല്ല അവസരമായിട്ട് തന്നെയായിരുന്നു അന്ന് കണ്ടിരുന്നത്. ഈവൻ ഞാൻ പോലും അന്നത്തെ സമയത്ത് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനായാലും സ്റ്റുഡൻറ്റ് വിസ വരുമായിരുന്നു. കാരണം അതൊരു നല്ലൊരു അവസരം. നമ്മൾ സന്തോഷ് ജോർജ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഒരു അവസരം നമ്മളെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൽ നമ്മൾ എടുക്കണം, കാരണം പിന്നീട് അവസരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതുപോലെ അതൊരു നല്ല അവസരം തന്നെയായിരുന്നു. ഈ സ്റ്റുഡൻറ്റ് വിസയിൽ അന്ന് 2020 ശേഷം വന്നവർ ആരും തന്നെ മണ്ടന്മാരോ ഒന്നുമല്ല. അതൊരു നല്ലൊരു അവസരമായിട്ട് PR കിട്ടി കാനഡ പോലത്തെ രാജ്യത്ത് സെറ്റിൽ ചെയ്യാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് അത്രയധികം കുട്ടികൾ വന്നത്. പക്ഷേ ഇതിനൊക്കെ മാറ്റം ഉണ്ടായത് ഗവൺമെൻറ് വരുത്തിയ നയങ്ങളാണ്. അവരുടെ നയങ്ങൾ പെട്ടെന്നൊരു ദിവസം അങ്ങ് വെട്ടിച്ചുരുക്കുകയോ അല്ലെങ്കിൽ അവരുടെ നയങ്ങളിൽ മാറ്റം ഉണ്ടാവുകയൊക്കെയാണ് ചെയ്തത്. റെസ്ട്രിക്ഷൻസ് വളരെ കൂട്ടുകയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സിന് മാത്രം എടുത്താൽ മതി എന്നൊക്കെയുള്ള പുതിയ ഒത്തിരിയധികം റൂൾസുകൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. അതുവഴിയാണ് പല സ്റ്റുഡൻസിനും PR കിട്ടുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പല കുട്ടികളും 2020 മുമ്പ് പോലും 5 ലക്ഷം രൂപയൊക്കെ, അതായത് ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് മാത്രം കൊണ്ടുവന്ന് ഇവിടെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് ഒരു കാര്യം ആലോചിക്കണം, അവർ എത്ര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനിലൂടെ കടന്നു പോയതെന്ന് ആലോചിക്കണം. കാരണം ഇവിടെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് കഴിഞ്ഞ് ഫീസ് അടയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആണെങ്കിൽ പോലും അവർ ബാക്കിയെല്ലാം അത് മാറ്റിവെക്കേണ്ടി വരും. അതായത് ബാക്കിയെല്ലാം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ബീങ് എ സോഷ്യൽ ആനിമൽ നമ്മൾ പല രീതിയിലുള്ളൊരു എൻ്റർടൈൻമെൻറ്റിൽ എൻഗേജ് ചെയ്യാണ്ട് വരും. എന്ന് വെച്ചാൽ നമുക്കൊരു സിനിമയ്ക്ക് പോകേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകേണ്ടി വരും, അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങൾ കാണാൻ പോകേണ്ടി വരും, അങ്ങനെ പലതും നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ഈ അങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് പല കുട്ടികളും സ്ട്രഗിൾ ചെയ്ത് ആ കിട്ടുന്ന പൈസ, ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ സ്വരൂപിച്ചിട്ട് അടുത്ത സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് അവർ സ്വരൂപിച്ചത്. അങ്ങനെ 2 വർഷം ഒരു സ്ഥലം പോലും, ഈവൻ നയഗ്ര ഫാൾസ് പോലും കാണാതെ 2 വർഷം പഠിത്തവും ജോലിയും ചെയ്ത പല കുട്ടികളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. നമ്മുടെ ഏജിലുള്ള പലർക്കും ജീവിതത്തിലൊരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കോവിഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതിന് ശേഷം ഉണ്ടായ പല കാര്യങ്ങളും നമ്മളൊക്കെ ഒന്നും വലിയ പരിചയം ഉണ്ടാകുന്നതല്ല. 2008 ഗ്രേറ്റ് റിസഷൻ ഉണ്ടായപ്പോൾ അഫക്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മളെക്കാളും പ്രായമുള്ളവരും അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോവിഡ് സമയത്ത് ഇങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ ഒരു രാജ്യത്തുണ്ടാവും എന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് പല സ്റ്റുഡൻസും ഈ 2020 ആ സാഹചര്യം മുതലാക്കി ഇത്രയധികം സ്റ്റുഡൻസ് കാനഡയിൽ വന്നത്. കാനഡ ഗവൺമെൻറ് ഇതിനകത്തൊരു മുഖ്യമായിട്ടൊരു കളി കളിച്ചിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഒപ്പം തന്നെ നാട്ടിലെ ഏജൻസികളും നല്ല രീതിയിൽ അവർ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. അത് പാർട്ട് ടൈം ജോലി കിട്ടും, ഇവിടുത്തെ ഫീസുകളെല്ലാം അതിൽ നിന്ന് അടയ്ക്കാൻ പറ്റുമെന്ന് ഉൾപ്പെടെ പല കള്ളത്തരങ്ങളും അവർ പറഞ്ഞു. ഓഫ് കോഴ്സ് നാട്ടിലെ ഏജൻസികൾ അതൊരു ബിസിനസ് സ്ഥാപനമാണ്. അവരുടെ ബിസിനസ് എന്ന് പറയുന്ന സ്റ്റുഡൻസിനെ കാനഡയിലേക്ക് എത്തിച്ചാലേ അവർക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്മീഷൻ കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനത്തെ ആ സമയത്ത് ഏജൻസികൾ അങ്ങനത്തെ പലതരം കള്ളത്തരങ്ങളും പറയും. അങ്ങനെ ആ ഭാഗത്തു നിന്നുള്ള കള്ളത്തരങ്ങളും അതിൻ്റെ കൂടെ തന്നെ കാനഡ ഗവൺമെൻറ്റിൽ നിന്നുള്ള നയം വ്യക്തമാക്കാത്ത ഒരു കളിയും എല്ലാമാണ് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന 2020 ശേഷം വന്ന ഒത്തിരി ആൾക്കാരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് എത്തിച്ചത്. കാനഡ ഗവൺമെൻറ് ഇതിനകത്തൊരു മുഖ്യമായ ഒരു കളി കളിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ തന്നെ നാട്ടിലെ ഏജൻസികളും സ്റ്റുഡൻറ്റ് വിസയിലുള്ള കുട്ടികളെ ഒത്തിരി വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഫീസ് ഇവിടെ ജോലി ചെയ്താൽ ഉണ്ടാക്കാം എന്നുള്ള ഉൾപ്പെടെ, അല്ലെങ്കിൽ PR ഷുവറായിട്ടും കിട്ടും എന്നൊക്കെയുള്ള പല കാര്യങ്ങളും അവർ പറഞ്ഞു. ഏജൻസികൾ നമുക്കറിയാം അതൊരു ബിസിനസ് സ്ഥാപനമാണ്. അവർക്ക് സ്റ്റുഡൻസിനെ കാനഡയിലേക്ക് എത്തിച്ചാൽ മാത്രമേ അവർക്കും അവരുടേതായ കമ്മീഷനും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കള്ളക്കഥകൾ ഒത്തിരി അവർ പറയും. അതിനൊപ്പം തന്നെ കാനഡ ഗവൺമെൻറ് അവരൊരു നയം വ്യക്തമാക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയും ആണ് ഈ ഇത്രയധികം കാര്യങ്ങൾ കുളവാക്കിയത്. അങ്ങനെ സ്റ്റുഡൻസ് കാനഡയിൽ വളരെയധികം നമ്പറുകൾ കൂടുന്ന കൂട്ടത്തിൽ തന്നെയാണ് കാനഡയിലെ റിസഷനും ഹൗസിംഗ് ക്രൈസിസും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനുണ്ടായ കുഴപ്പങ്ങളും എല്ലാം ഉണ്ടായത്.
അത് എല്ലാം പല കാരണങ്ങളും കൊണ്ടാണ്, ഇങ്ങനത്തെ ഒത്തിരി കാരണങ്ങൾ ചേരുന്നതാണ് ഈ കാനഡയിലെ PR-നുണ്ടായിരുന്ന ഇപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളുടെ എല്ലാം തുടക്കമെന്ന് പറയുന്നത്. 2020 കോവിഡ് വന്നതിന് ശേഷം കാനഡയിലെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് കണ്ടെത്തിയൊരു വഴിയാണ് സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ ഇന്ത്യയിൽ ഒരാൾ അധ്വാനിച്ച 30 ലക്ഷം രൂപ ഈസി ആയിട്ട് കാനഡയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതും ഒരു 6 മാസം ഇടവേള കൂടുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് കാനഡയിലേക്ക് ഒഴുകിയത്. ഇങ്ങനത്തെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം മറികടക്കാൻ വേണ്ടിയാണ് കാനഡയിലെ ഗവൺമെൻറ് ഇങ്ങനൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നത്. 2024 പുതിയ റൂള് പ്രകാരം ഇവിടെ കാനഡയിൽ പഠിക്കാൻ വരുന്നതിൻ്റെ ഫീസും GIC എമൗണ്ടും എല്ലാത്തിലും ഒരു വർധനവുണ്ടായി. അങ്ങനെ നിങ്ങളിപ്പോൾ 2025 കാനഡയിൽ വരാനായിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു ഉത്തമ സമയമാണോ കാനഡയിലേക്ക് വരാൻ എന്ന ചോദ്യത്തിന് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു നല്ല സമയമല്ല. കാരണം വേറെ ഒന്നുമല്ല, ഒരു 40 ലക്ഷം രൂപ നിങ്ങൾ മുടക്കി കാനഡയിലേക്ക് വരുന്നത് ഒരിക്കലും വർത്താന്ന് ഞാനിപ്പം പറയത്തില്ല. കാരണം അതിനനുസരിച്ചിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇപ്പോൾ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ കാനഡയിലില്ല. കാരണം ഓൾറെഡി ഈ 2020 ശേഷം 30 ലക്ഷം കുട്ടികളാണ് ഓൾറെഡി ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ജോലി കിട്ടാനും അങ്ങനത്തെ പല കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ട് കൂടുകയും ചെയ്യും. മാത്രമല്ല ഇപ്പോഴത്തെ ഫീസിൻ്റെ വർധനവും നമ്മളെ ജീവിത ചെലവുകളും എല്ലാത്തിലും ഒരു വർധന ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 30-40 ലക്ഷം രൂപ റെഡിയാക്കിയിട്ട് കാനഡയ്ക്ക് വരാനിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുകയാണ് അതൊന്ന് ഹോൾഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അവസരങ്ങൾ ഇനിയും പലതും വരും. കാനഡ എന്ന് പറയുന്ന ഒരിക്കലും ഒരു അവസാനത്തെ വാക്കൊന്നുമല്ല. പല രാജ്യങ്ങളും പുതിയ അവസരങ്ങളുമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും വീഡിയോസൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം അങ്ങനെ പല അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നിരിക്കുമ്പോൾ ഒരു റിസ്ക് എടുത്ത് കാനഡയിലേക്ക് വരുന്ന ഒരിക്കലും ഒരു നല്ല തീരുമാനമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിലുള്ള കുട്ടികളെല്ലാവരും നിങ്ങൾ PR കിട്ടാനുള്ള ശ്രമം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു പല രാജ്യങ്ങളിലും നിങ്ങളുടെ അവസരങ്ങൾ ഇപ്പോൾ ഉണ്ടാവും. കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പല രാജ്യങ്ങളിലും അതിനർഹമായിട്ടുള്ള ജോലി പല രാജ്യത്തും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും ഇതുപോലത്തെ ഇൻഫർമേഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അറിവിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിലുള്ള പലർക്കും ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. 2020 വലിയ അവസരങ്ങളാണ് നിങ്ങൾ പലരും പ്രയോജനപ്പെടുത്തിയത്. അതിൽ പലർക്കും PR കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും അവസരങ്ങൾ വീണ്ടും വരും. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരത്തില്ല. നമ്മൾ അവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ ഒരു ദിവസം അതിലൊരു വിജയം സുനിശ്ചിതമാണ്. ഇങ്ങനത്തെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.